ഇനി ലൈറ്റ് ട്രാപ്പ് ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞായിരുന്നു തോന്നുന്നു. ലൈറ്റ് ട്രാപ്പ് വെക്കാൻ വേണ്ടി പോവാണ്. പോയൊരു ഫീൽഡിലേക്ക് തന്നെയാണ് പോണത്. അവിടെ പോയിട്ട് ലൈറ്റ് ട്രാപ്പ് വെച്ചിട്ട് നോക്ടേണൽ ആയിട്ടുള്ള നൈറ്റിൽ ആക്റ്റീവായിട്ടുള്ള സ്പെസിമെൻസ് കളക്ട് ചെയ്യാനാണ് പോണത്. ഹെഡ് ലാമ്പൊക്കെ വച്ചിട്ടുണ്ട്. മിക്കവാറും പാതിരാത്രി ആവും തിരിച്ചു പോകാൻ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ലൈറ്റ് ട്രാപ്പ് ഫിക്സ് ചെയ്തു. ഒരു ലൈറ്റ് ട്രാപ്പാണ് ഞങ്ങൾ യൂസ് ചെയ്തിരുന്നത്. സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് ലൈറ്റ് ട്രാപ്പ് ഫിക്സ് ചെയ്യുന്നത്. നൊക്ടേണൽ ആയിട്ടുള്ള സ്പീഷീസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യാറ്. ഇപ്പം ഞങ്ങൾ പിടിച്ചതാണ് കേട്ടോ ഇതിൽ നിന്ന്. Maybe you should today because ഇവിടെ എല്ലാവരും കൂടെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And look at the moon. It's super cool. ഞാനിപ്പോൾ ഈ തൈലാസറ്റേറ്റ് ഡ്രൈ ആയി പോവും. അത് വേപ്പറൈസ് ചെയ്ത് പോകുന്നതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്ത്സ് ഒന്നും നമുക്ക് അത് ചത്ത് പോവില്ല. അപ്പോൾ ആ ഡ്രൈ ആയപ്പോൾ ഞാൻ ഈ തൈലെടുക്കാൻ വന്നതാണ്. രണ്ടാമത് എടുത്തു. എന്നിട്ട് ഞാനിതപ്പോൾ വീണ്ടും പോവുകയാണ്. ഇത് മൊത്തം നിറഞ്ഞു. പൊക്കോ, ദൂരെ പൊക്കോ. അങ്ങനെ ലൈറ്റ് ട്രാപ്പിൽ നിന്ന് ഞങ്ങൾ സ്പീഷീസിനൊക്കെ കളക്ട് ചെയ്തിട്ട് അഡിഗെയിൻ ചെയ്തു. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ലൈറ്റ് ട്രാപ്പൊക്കെ വെച്ചു. അതിന്ന് കുറേ സ്പീഷീസിനെ കിട്ടി. അതൊക്കെ കളക്ട് ചെയ്തു. തിരിച്ചു വന്നു, കിടന്നു. ഇന്നിപ്പോൾ നമ്മളങ്ങനെ സ്പെസിമെൻ കളക്ട് ചെയ്യാനൊന്നുമല്ല പോകുന്നത്. ഇന്നൊരു നോർമൽ ഡേ ആയിട്ട് ഇവിടെ അടുത്തൊരു സിറ്റി ഉണ്ട്, പെറുജിയ എന്നാണ്. അവിടേക്ക് പോകാൻ നിർത്തിയിട്ടാണ്. അപ്പോൾ ഇന്ന് മൊത്തം ജസ്റ്റ് ഒരു പിക്നിക്ക് പോലെ തന്നെ പോകാൻ നിർത്തിയിട്ടാണ്. ഞങ്ങളിപ്പോൾ ഇതാ പെറുജിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ പുറത്തേക്ക് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു വഴികളുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെ ഇടുങ്ങിയ വഴികളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. കണ്ടോ, ഇതുപോലെ ഇപ്പം കയറി വന്നതും ഇതുപോലെയാണ് കേട്ടോ. പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ, അല്ലേ? ദൂരേക്കുള്ള വിസിബിലിറ്റി ഇവിടെ കുറവാണ് കേട്ടോ. എന്താ കാരണം എന്നറിയില്ല. ഇറ്റലിയുടെ ഹൃദയഭാഗത്തുള്ള ഉംബ്രിയ റീജിയനിലാണ് കേട്ടോ ഈ ചാമിങ് ഏൻഷ്യൻ സിറ്റിയായ പെറുജിയ സ്ഥിതി ചെയ്യുന്നത്. ഈ നഗരം റിച്ച് ഹിസ്റ്ററി കൊണ്ടും സ്റ്റണ്ണിങ് ആർക്കിടെക്ചർ കൊണ്ടും വൈബ്രന്റ് കൾച്ചറൽ ലൈഫ് കൊണ്ടും ഒക്കെ വളരെ പ്രശസ്തമാണ്. കൂടാതെ സെഞ്ചുറീസ് പഴക്കമുള്ള സ്റ്റോൺ ബിൽഡിങ്സും നാരോ കോബിൾ സ്റ്റോൺ സ്ട്രീറ്റ്സും ബ്യൂട്ടിഫുൾ കത്തീഡ്രൽസ് ഒക്കെ നമുക്ക് ഈ സിറ്റിയിൽ കാണാൻ കഴിയും. ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ജർമ്മൻ സിറ്റികളിൽ നിന്ന് എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ എനിക്ക് ജർമ്മൻ സിറ്റീസിനെക്കാട്ടിലും കുറച്ചുകൂടി ഇതിഷ്ടമായി. നല്ല ഭംഗിയുണ്ട് കാണാൻ. വല്ലാതെ വിരിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഈ ഫൗണ്ടെയിനൊക്കെ ചെറുതാണെങ്കിലും അതിങ്ങനെ ഒരു പ്രൗഢിയോടുകൂടി നിൽക്കണതാണ്. നല്ല രസമുണ്ട്. കുറേ പക്ഷികളും ഉണ്ട് ഇവിടെ. ഞാൻ ആക്ച്വലി ഇതിൻ്റെ നടുക്കാണ് നിൽക്കുന്നത്. ഇങ്ങോട്ടും അത്രയും സ്ഥലമുണ്ട് കേട്ടോ. സഫാരിയിലൊക്കെ പറയണ പോലെ പടുകൂറ്റൻ ബിൽഡിങ്ങുകളാണെന്ന് പറയില്ലേ. ഫോണിൽ കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിലേക്കൊരു ചർച്ചാണ് കേട്ടോ.
ഇതാണ് കേട്ടോ കത്തീഡ്രൽ ഡി സാൻ ലോറൻസോ. 14th and 15th സെഞ്ചുറീസിലാണ് ഈ ചർച്ച് ബിൽഡ് ചെയ്തത്. 18th സെഞ്ചുറീസിലാണ് മോസ്റ്റ് ഓഫ് ദ റിനോവേഷൻസ് വർ ഡൺ. ഇവിടുത്തെ സെൻട്രൽ നേവ് ഓൾമോസ്റ്റ് 24 meters ആണ്. ആൻഡ് ഇവിടെയുള്ള ലാർജ് ഒക്ടഗണൽ പില്ലർ 16 meters ഹൈ ആണ്. ഞാനിപ്പോൾ ചേർച്ചിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ സ്പ്ലിറ്റായി, കാരണം എല്ലാവരും കൂടി ഒപ്പം പോണ സമയത്ത് എന്തായാലും കുറേ ടൈം എടുക്കും. അപ്പോൾ പോയി എല്ലാം കണ്ടു വന്നിട്ട് ഒരു 1:30 ഒക്കെ ആകുമ്പോൾ പാർക്ക് ചെയ്യാൻ അവിടെ പോയാൽ മതി. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഒറ്റയ്ക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചേർച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് പെട്ടെന്ന് വന്നതുകൊണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ജസ്റ്റ് നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അത്യാവശ്യം പഴകിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. അങ്ങനെ അവർ വല്ലാതെ റിനോവേറ്റ് ചെയ്തിട്ടില്ല. എല്ലാം അത്യാവശ്യം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ കുറേ നല്ല വഴികളാണുള്ളത്. എനിക്കറിയില്ല ഫോണിൽ എത്ര ഭംഗിയുണ്ടെന്ന്. എവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഓരോ വീടുകളാണ്, അപ്പാർട്ട്മെൻറ്റുകൾ പോലെയാണ്. ഫീൽഡ് വർക്കിൻ്റെ ഇടയിൽ ഇതുപോലെ സിറ്റിയിലേക്കൊന്നും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നേ കരുതിയിരുന്നില്ല. അപ്പോൾ ചെറിയ സിറ്റി ആണെങ്കിൽ പോലും ഒരു ഇറ്റലിയത്തെ സിറ്റി കാണാൻ പറ്റി അങ്ങനെ. പിന്നെ ഞങ്ങൾ ക്യാമ്പ് സൈറ്റിലേക്ക് പോയിട്ട് ഗ്രില്ല് ചെയ്തു. എല്ലാവരും കൂടെ ഫുഡൊക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്തു. നാളെ ഞങ്ങൾ ഇനി എനയിലേക്ക് തന്നെ തിരിക്കുകയാണ്. ഫീൽഡ് വർക്കൊക്കെ കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങൾ കിട്ടി. അപ്പോൾ എൻ്റെ എക്സ്കർഷൻ്റെ എല്ലാ പാർട്സും കാണാം. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.